ഇനി നമുക്ക് ഗൾഫിലെ മറ്റ് പ്രധാന വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയുടെ പുതിയ എയർലൈനായ റിയാദ് എയർ ഈ മാസം 26 മുതൽ സർവീസ് തുടങ്ങുകയാണ്. ദുബായിലെ പ്രീസോൺ കമ്പനികൾക്ക് ഇനി മുതൽ മെയിൻലാൻഡിൽ കൂടി പ്രവർത്തിക്കാൻ ലൈസൻസ് ലഭിക്കും. ഒപ്പം ഖത്തറിൽ വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കും എന്നൊക്കെയുള്ള പ്രചാരണം അത് അടിസ്ഥാനരഹിതമാണ് എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. സൗദിയിൽ നിന്ന് അഫ്തബ് റഹ്മാനുണ്ട്, ദുബൈയിൽ നിന്ന് ഷിരോ ഷംസുദ്ദീൻ ഉണ്ട്, ഖത്തറിൽ നിന്ന് മുഹമ്മദ് അബ്ബാസും ചേരുന്നുണ്ട്. ആദ്യം അഫ്തബ് റഹ്മാനിലേക്കാണ്. അഫ്താബ്, സൗദി അറേബ്യയുടെ പുതിയ എയർലൈൻ റിയാദ് എയർ ഈ മാസം 26 സർവീസ് തുടങ്ങുന്നത്. അത് പറക്കുന്നത് ആദ്യം ലണ്ടനിലേക്കാണ് എന്നറിയുന്നു. ഇന്ത്യയിലേക്ക് സർവീസ് ഉണ്ട്. ഈ വർഷം തന്നെ ആ സർവീസ് ഉണ്ടാകുമെന്നൊക്കെ റിയാദ് എയർ പറയുന്നുണ്ട്. നമ്മളോട് തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയാണ് റിയാദ് എയറിന്റെ പ്രത്യേകതകൾ? ഏതൊക്കെ രാജ്യങ്ങളിലേക്കായിരിക്കും ഉണ്ടാവുക? അതെങ്ങനെയാണ് പ്രവാസികളെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാക്കുക? ഏറ്റവും സന്തോഷകരമായ കാര്യം ഇന്ത്യയിലേക്ക് സർവീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള റിയാദ് എയറിന്റെ പ്രഖ്യാപനമാണ്. അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിൽ പോലും മീഡിയ വണ്ണിനോട് അവരുടെ മീഡിയ ഓഫീസ് എന്ന ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആദ്യഘട്ട സർവീസ് ലണ്ടനിലേക്കാണ്. അത് ഒക്ടോബർ 26 തുടങ്ങും. എന്ന് വെച്ചാൽ റിയാദ് എയറിന്റെ ആദ്യത്തെ യാത്രയായിരിക്കും ഇത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഈ വിമാനങ്ങൾ സർവീസ് അവരുടെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായുള്ള സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നമുക്കറിയാം, നേരത്തെ സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നാഷണൽ എയർലൈൻ എന്നറിയപ്പെട്ടിരുന്നത് സൗദിയ അല്ലെങ്കിൽ സൗദി എയർലൈൻസ് എന്ന് അറിയപ്പെടുന്ന വിമാന കമ്പനിയാണ്. അതിന്റെ സർവീസ് കൂടുതൽ ജിദ്ദ കേന്ദ്രീകരിച്ചുകൊണ്ട് മക്ക മദീന സർവീസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമാക്കുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പ്രീമിയം സേവനം അല്ലെങ്കിൽ ഒരു ടൂറിസം സേവനം എന്നുള്ള സ്വഭാവത്തിലേക്ക് ഒരു നാഷണൽ എയർലൈൻ കൂടി സൗദി അറേബ്യ ഇപ്പോൾ പുതുതായി അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു റിയാദ് എയറിന്റെ പ്രഖ്യാപനം. 100-ലേറെ രാജ്യങ്ങളിലേക്ക് 124 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സർവീസ് എന്നുള്ളതായിരുന്നു അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതിലിപ്പോൾ ഏതാണ്ട് 5 വിമാനങ്ങൾ മാത്രമാണ് സൗദി അറേബ്യയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സർവീസ് ലണ്ടനിലേക്ക് മാത്രമാണ്. പക്ഷേ ഈ വർഷം തന്നെ ഇന്ത്യയിലേക്ക് സർവീസ് ഉണ്ടാകും, US-ലേക്ക് സർവീസ് ഉണ്ടാകും, ഫ്രാൻസിലേക്കും സർവീസ് ഉണ്ടാകും. ഈ ഒരു സ്വഭാവത്തിലും ഒപ്പം തന്നെ ആഭ്യന്തര സർവീസുകളും ഈ വർഷം തന്നെ ആരംഭിക്കും. ഒരുപക്ഷെ കേരളത്തിലേക്ക് സർവീസുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഒരുപക്ഷെ പ്രവാസികൾ കാത്തിരിക്കുന്ന കാര്യം. ആദ്യഘട്ട സർവീസുകൾ ഈ പറഞ്ഞതുപോലെ തന്നെ 5 വിമാനങ്ങൾ മാത്രമായതിനാൽ കൂടുതൽ വിമാനങ്ങൾ എത്തുന്ന മുറക്കായിരിക്കും ഈ ഇത്തരത്തിലുള്ള സർവീസിന്റെ വ്യാപനം ഉണ്ടാവുക. ഈ മാസം തന്നെ മീഡിയ വൺ മാധ്യമ പങ്കാളി കൂടിയാകുന്ന സൗദി അറേബ്യയുടെ ഏറ്റവും പ്രീമിയം ഇൻവെസ്റ്റ്മെന്റ് കോൺഫറൻസ് ആയ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് കോൺഫറൻസ് റിയാദിൽ നടക്കുന്നുണ്ട്. അതിൽ വെച്ച് റിയാദ് എയറിന്റെ ടോണി ഡഗ്ലസുമായി മീഡിയ വണ്ണിന് അഭിമുഖത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു അഭിമുഖത്തിൽ പക്ഷേ നമുക്ക് ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്താനായിരിക്കും. അതായത് കേരളത്തിലേക്ക് സർവീസ് ഉണ്ടാകുമോ, ഇന്ത്യയിലേക്ക് ഏതെല്ലാം തരത്തിൽ സർവീസുകൾ ഉണ്ടാകുന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ വെളിപ്പെടുത്താനായിരിക്കും. ഏതായാലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള സർവീസുകൾ പല സർവീസുകളും വെട്ടിക്കുറച്ചത്. അതിന് സമാന്തരമായിക്കൊണ്ട് പുതിയ കൂടുതൽ സർവീസുകൾ സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രവാസികൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്.